ചോദ്യം ആരോടാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മറുപടി പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. പരിവാറിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാം. പരിവാർ കൗരവരെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു മഹാഭാരതമാണ്. സാധാരണ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് പാണ്ഡവർ തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ ഇതിൽ ദുര്യോധനും കർണനും ഒന്നും വലിയ പ്രസക്തിയില്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പാണ്ഡവരിൽ തന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഭീമനാണ്. ഭീമനാണെങ്കിൽ ഇന്ന് ലേറ്റായത് കാരണം, ട്രെയിൻ ലേറ്റായത് കാരണം എത്തിയിട്ടില്ല. അപ്പോൾ ഏത് ഭീമനും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഭീമനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ട്രെയിൻ ലേറ്റായാൽ സമയത്ത് എത്താൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ഞാൻ ആഗ്രഹിച്ച റോളാണ് ഇതിലെ ഭീമൻ്റേത്. പക്ഷെ എനിക്ക് തന്നത് സഹദേവൻ്റെ റോളാണ്. നകുലൻ പ്രശാന്ത് അലക്സാണ്ടറാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ദെൻ അർജുനായിട്ട് ഋഷികേശാണ് അഭിനയിക്കുന്നത്. നമ്മൾ സോങ് കണ്ടു. ചെറുപ്പക്കാരനായിട്ടുള്ള നായകനാണ്. ദെൻ ഋഷിയുടെ നായികയായിട്ട് അഭിനയിക്കുന്നത് ഭാഗ്യയാണ്. എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഷൈനി വിജയനാണ്. പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഉണ്ണിമായയാണ്. ദെൻ മൂത്ത സഹോദരൻ ധർമ്മപുത്രർ, ഇതിൽ ധർമ്മപുത്രൻ്റെ കഥാപാത്രം മരിച്ചുപോയതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടാണ് നമ്മുടെ സഹോദരി വെട്ടിയാരമ്മ ചേച്ചി അഭിനയിക്കുന്നത്. അതിൽ അയൽ വീട്ടുകാരായിട്ട് ഹിൽഡയുണ്ട്, സാബു ഉണ്ട്, ഏകദേശം അഭിനേതാക്കൾ. പിന്നെ വൈഷ്ണവ് വെട്ടിയാരമ്മ സഹോദരിയുടെ മകനായിട്ട് അഭിനയിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷം പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ഇതിനകത്ത് ശകുനി എന്നോ ശ്രീകൃഷ്ണനെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ട്. അതാരെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും. അതെ, മീനരാജ് സാറാണ്. അത് നാടക രംഗത്ത് നിന്നും സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഒരു പ്രതിഭയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൗരവരെ കുറിച്ചുള്ള അച്ഛനും ഉണ്ട്. അതെ ഉണ്ണിയേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കും, ഉണ്ണിനായർ. അദ്ദേഹത്തിനൊരു വലിയ കയ്യടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ കയ്യടി കൊടുക്കാൻ ഞാൻ അഭ്യർത്ഥിക്കാൻ കാരണം അതിനകത്ത് ഒരുപാട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ സംവിധായകർ അദ്ദേഹത്തെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, കൗരവരെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു മഹാഭാരത കഥ എല്ലാം ഒരു ഇൻ്റർപ്രിട്ടേഷനാണല്ലോ. ഇപ്പോൾ ചന്തു ചതിയനല്ല എന്ന് MT സാറ് നമ്മളെ ബോധ്യപ്പെടുത്തി. അത് ഒരു ഒറിജിനൽ ഉണ്ണിയാർച്ച വെർഷനിൽ ചന്തു ചതിയനാണ്. പിന്നീട് MT സാർ കൊണ്ടുവന്ന വെർഷനിൽ ചതിയനല്ല. സാഹചര്യങ്ങൾ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചന്തു ചതിയനായി അറിയപ്പെട്ടതെന്നുള്ളതാണ് MT സാറിൻ്റെ വെർഷൻ. ഇവിടെ ഫഹദിൻ്റെയും ഉത്സവിൻ്റെയും വെർഷൻ എന്ന് പറയുന്നത്, ഇവിടെ നകുലനും സഹദേവനും ഒക്കെ അവർ തമ്മിൽ പോരുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഭീമൻ ഏത് സാഹചര്യത്തിലാണ് നകുലൻ്റെയും സഹദേവൻ്റെയും പോരാട്ടത്തിൽ മധ്യസ്ഥത വഹിച്ചത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് സംവിധായകർ ഈ രീതിയിലാണ് ഇതിനെ നോക്കിക്കണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ അല്പം ഹാസ്യം, അല്പം നർമ്മം, മ്യൂസിക് എല്ലാം കൂടെ ചേർത്ത് ഒരു എൻ്റർടൈനറായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ആദ്യമേ പറയാം, ഇത് നിങ്ങളെ കുടുകുടാച്ചിരിപ്പിക്കും, പൊട്ടിച്ചിരിപ്പിക്കും, അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് താല്പര്യം ജനിപ്പിക്കുന്ന, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഇതിവൃത്തമാണത്. അതിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അത്രമാത്രമേ തൽക്കാലം നമുക്ക് പറയാൻ കഴിയുള്ളൂ. പടം കണ്ടിട്ട് ഇത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. ഇതിൻ്റെ നന്മകളും ഇതിൻ്റെ തിന്മകളും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും. ഇതിൻ്റെ കഥയിലെ വൈരുദ്ധ്യങ്ങൾ, കഥയിലെ ട്വിസ്റ്റുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഇത് എല്ലാവർക്കും ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടില്ലേ, അതൊക്കെ സിനിമ റിലീസായതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ നല്ല എഫേർട്സ് ഈ പടത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഫിസിക്കൽ സ്ട്രെയിൻ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പരിവാറിൻ്റെ വിശേഷം. ഇനി ചോദ്യങ്ങൾ ചോദിക്കാം. താങ്ക് യു. അല്ല, കഥ കേൾക്കുമ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഫഹദും ഉത്സവം കഥ പറയാൻ വരുന്നത്. ഡിജിറ്റൽ വില്ലേജ് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിരുന്നു. അതെനിക്കിഷ്ടമായി. അതായത് പരിമിതമായ ബഡ്ജറ്റിൽ ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുന്ന, ഗ്രാമത്തിൽ സിനിമയോട് താല്പര്യമുള്ള ഒരു സമൂഹത്തിൻ്റെ കഥ പറയുന്ന സിനിമയായിരുന്നു ഡിജിറ്റൽ വില്ലേജ്. അതിനകത്ത് ഹ്യൂമറിൻ്റെ കുറേ എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ കഥ പറഞ്ഞപ്പോൾ നെറേറ്റ് ചെയ്ത രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ ഈ കഥയെക്കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ ആ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കഥയിൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ മൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, 100% ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, ആ രീതിയിൽ തന്നെ പോകാനാണ് താല്പര്യം
ഇതിനകത്ത് അവർക്ക് ആഗ്രഹമുള്ള ഒരു മ്യൂസിക്, സാധാരണ ഗതിയിൽ ഒരു കോമഡി ഫിലിമിൻ്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് അല്ല ശ്രീ ബിജിപാലിനെ കൊണ്ട് അദ്ദേഹം അവർ ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ ബിജിപാൽ അത് അവരുടെ മനസ്സനുസരിച്ച് അവർക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡുള്ള മ്യൂസിക് തന്നെ വേണം എന്നുള്ളത്, അതിനകത്ത് വെള്ളം ചേർക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം തന്നെ ബിജുപാൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, സന്തോഷ് വർമ്മ പാട്ടെഴുതി കൊടുത്തിട്ടുണ്ട്, അഭിനേതാക്കൾ എന്ന നിലയിൽ നമ്മൾ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് സത്യം. അല്ല, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ റിലീസിന് ശേഷമാണ്. അതിനുമുമ്പ് എന്ത് അവകാശവാദം ഉന്നയിച്ചിട്ടും കാര്യമില്ല. നമ്മളെപ്പോഴും, ഞാൻ എല്ലാ സിനിമയിലും ഞാൻ പറയുന്നത് നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ടെന്നാണ്. അതല്ലാതെ ഞങ്ങൾ തകർക്കും ഗംഭീരമാക്കുന്നല്ല. നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട്. അത് ഈ സിനിമയിലും ആപ്ലിക്കബിളാണ്. സിൻസിയർ ആയിട്ടുള്ള എഫേർട്സ്, കറക്റ്റായിട്ടുള്ള, രാവിലെ 7 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ 6:30 ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ദിവസം പോലും ലേറ്റ് ആവാതെ നമ്മൾ സിൻസിയറായിട്ട് ഡയലോഗൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ഒക്കെ തന്നെ ആ ക്യാരക്ടർ ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുണ്ടെങ്കിൽ റീടേക്കിന് വഴങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു സീൻ റീഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് തൃപ്തി വരാത്തതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ റീഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ സിനിമയ്ക്ക് ഓരോ സിനിമയും നന്നാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മുടെ ചൂസ് ചെയ്യുന്നതിൻ്റെ മിടുക്കാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. എല്ലാം ഒത്തുവരികയാണ്. അൾട്ടിമേറ്റായിട്ട് ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ ഇരുന്ന് പറയുമ്പോൾ ഒരു ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, എന്നെക്കുറിച്ചല്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു ടീം, ആ ടീം വളരെയധികം സിൻസിയറായിട്ട്, നിങ്ങളൊരു സിനിമ കാണുമ്പോൾ വിലയിരുത്തേണ്ടത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക. അല്ല, ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്സംശയം ഞങ്ങളെ കൊല്ലാം, ഞങ്ങളെ നിർദ്ദയം കൊല്ലാം, ട്രോൾ ചെയ്യാം, എന്തുവേണം ചെയ്യാം. നേരെ മറിച്ച് ബാക്കി പ്രകടനത്തിൻ്റെയോ അല്ലെങ്കിൽ കഥാഗതിയിലെയോ ഒക്കെ തന്നെ പരീക്ഷണത്തിന് വേണ്ടി മുതിരുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാനാണ് സംവിധായകർ ശ്രമിച്ചത്. പക്ഷെ അത് ഞങ്ങൾക്ക് അത്ര അപ്പീലിംഗ് ആയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരാളുടെ എക്സ് ഓർ വൈ, എൻ്റെ അഭിനയം തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. പക്ഷേ നമ്മളെടുത്തിട്ടുള്ള, നമ്മൾ ഇപ്പോൾ പറയില്ലേ, പരീക്ഷ ഒരു അധ്യാപകനാണ് ഞാൻ. ഉഴപ്പുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കും. കുഴപ്പമില്ല, നന്നായിട്ട് അടുത്ത നമുക്ക് ശരിയാക്കാം. അതൊരു അധ്യാപകൻ്റെ മനസ്സവിടെ ഉണർന്ന് പ്രവർത്തിക്കും. നേരെ മറിച്ച് ഉഴപ്പി നടക്കുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥി 2-3 പ്രാവശ്യം നമ്മൾ മാർക്ക് തീരെ കുറയുമ്പോൾ നമ്മൾ എന്ത് പറയും? എനിക്ക് ആദ്യം അറിയാമായിരുന്നു നീ മാർക്ക് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന്. നമുക്കതിനൊരു സിമ്പതി തോന്നില്ല, ഒരു കൺസിഡറേഷൻ തോന്നില്ല. അതാണ് അതിൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ. അപ്പം നമ്മുടെ ഒരു മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഇതൊന്നും സ്വന്തം മിടുക്കല്ല. ഏത് സിനിമയും ഞാൻ പറയുന്നു ടീം വർക്കാണ്. ആ ടീമിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക പ്ലീസ്. ഇല്ല, അതിൻ്റെ പ്ലോട്ട് വൈസ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ അതേപോലത്തെ കണക്ഷൻസ് വരാം. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആയാലും ബാക്കി ഡയലോഗ്സും പരിപാടികളൊക്കെ ആയാൽ തന്നെ വേറൊരു വേർഷൻ തന്നെയാണിത്. ഇത് നിങ്ങൾക്ക് നാരായണിയുടെ പടമായാലും ഈ പടം കാണുമ്പോൾ 2-2 തന്നെ ഇരിക്കും. പണ്ടോട്ടിട്ടേ ഉണ്ട് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, ആ പടം ഒക്കെ തൊട്ട് അതൊക്കെ നമ്മുടെ റെഫറൻസുകളാണ്. ബേസ് സ്റ്റോറി ഇതൊന്നുമല്ല. നാരായണിയുടെ പടം ആയാലും നമ്മുടെ പരിവാറും വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് പടമായിട്ട് തന്നെ ഇരിക്കും. ഇവർ ചെറുപ്പക്കാരായതുകൊണ്ട് ഇവർക്ക് പറയാൻ കഴിയില്ല, എനിക്ക് പറയാൻ കഴിയും. വിത്തുകൾ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. അമ്മയുടെ മരണമാണ്, മധുസാറാണ് നായകൻ, MT സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതേപോലെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നല്ല ദിവസം അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ടത്തിൽ തനിയെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കഥയാണ്. അപ്പം ഈ അച്ഛൻ്റെ മരണം, അമ്മയുടെ മരണം, അതിൻ്റെ പേരിൽ മക്കൾ തമ്മിൽ വഴക്കൂടുന്ന ഒരുപാട് നാരായണീൻ്റെ ആൺമക്കൾ, ഇതിവൃത്തം വളരെ ഇതുമായിട്ടൊക്കെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്ന സാമ്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ യാതൊരു തെറ്റുമില്ല. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇത് ഹ്യൂമറസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നാരായണീൻ്റെ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമറസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ബേസിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ഈ മക്കൾ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ അവരുടെ മരണസമയത്ത് എങ്ങനെ പ്രതികരിക്കുന്നു. മക്കൾ ലീവ് തീർന്നു പോകുന്നു, പിറ്റേ ദിവസം തന്നെ പോകണം, എനിക്ക് ബാക്കിയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മക്കളൊക്കെ പല സിനിമകളിലും കോമൺ ഫാക്ടറാണ്. അപ്പം നമ്മുടെ ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഈ പാളിച്ചകൾ, ഇതൊക്കെ ഇത്തരം സിനിമകളിൽ അന്നേ MT സാർ എഴുതി വെച്ചിട്ടുണ്ട്. വിത്തുകൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ്. മധുസാറ് അഭിനയിച്ച ചിത്രമാണ്. ഉണ്ണി എന്ന് പറയുന്ന കഥാപാത്രമാണ്, പത്രപ്രവർത്തകനാണ്. അതിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയാണ് ഈ മരിക്കുന്നത്. ശങ്കരാടി സാറ്
ഭർത്താവായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫിലിം. പിന്നെ പൊന്നമ്മ ചേച്ചി മരിക്കാൻ കിടക്കുന്ന ആ കഥാപാത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ആൾക്കൂട്ടത്തിൽ തന്നെ ബാലങ്കി നായർ സാറാണ് മരിക്കാൻ കിടക്കുന്നത്. ഇതേപോലെ അച്ഛനോ അമ്മയോ മരിക്കാൻ കിടക്കുമ്പോൾ മക്കൾ തമ്മിൽ സ്വത്തിൻ്റെ പേരിലോ പല കാരണങ്ങളാലോ വഴക്ക് കൂടുന്ന ഇതിവൃത്തങ്ങൾ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ പ്രേക്ഷകർ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. അതേപോലെ പരിവാറും നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.